ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പെപ്പർ ആൻഡ് ജിഞ്ചർ ഗാർലിക് ചിക്കനാണ്. അതിന് 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി എല്ലാം കൂടി ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചു. അതിനുശേഷം ഞാനൊരു മൺചട്ടിയാണ് എടുക്കുന്നത്. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൽ സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കൂടുതൽ വഴറ്റുന്നില്ല. വഴറ്റിയ ശേഷം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ഇത്രയും അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് വഴറ്റിയ ശേഷം തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്തു. വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയ ശേഷം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാണ്. കറിവേപ്പില വരുമ്പോൾ ചിക്കന് അറിയാലോ, പ്രത്യേക ടേസ്റ്റാണ്. കൂടെ തന്നെ കുറച്ചുകൂടി മല്ലിപ്പൊടി, ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഈ ക്രഷ് ചെയ്ത കുരുമുളക് ചേർക്കുമ്പോൾ ചിക്കന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നിർത്തി ചെറിയ തീയിൽ അടച്ച് വെച്ചാണ് ഞാൻ വേവിക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചിക്കൻ ഇതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാനൊരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഇതിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ തുറന്ന് നോക്കി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലുള്ള വെള്ളവും ഇറങ്ങി വന്നു. നേരത്തെ ഒഴിച്ച എണ്ണയും വെളിച്ചെണ്ണയും നന്നായി തെളിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ ഞാൻ മല്ലി ഇലയും കൂടി ആഡ് ചെയ്തു. ഏതാണ്ട് അരമണിക്കൂറോളം ഇതുപോലെ ഞാൻ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരുന്നു. ചെറിയ തീയിലാണ് വേവിച്ചത് കേട്ടോ. ഒടുവിൽ ഞാൻ ചെയ്ത സീക്രട്ടാണ്, ഇത്തിരി ഹണി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഹണി വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ ഹണിയും കൂടി ആഡ് ചെയ്യുമ്പോൾ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. അതിനു വേണ്ടിയാണ് ഈ ഹണി ആഡ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പെപ്പർ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ കഴിക്കാനും നല്ല രുചിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഗാർലിക്കിൻ്റെയും പെപ്പറിൻ്റെയും ജിഞ്ചറിൻ്റെ ഒക്കെ